വർഗീസ് ജോർജ് RJD നേതാവ് ടെലിഫോണിലുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, ഇത്തരത്തിൽ ഈ BLOമാർക്ക് മേൽ വലിയ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ആത്മഹത്യയുടെ സാഹചര്യം കൂടി വരുന്നു. ഇതിനെ അപലപിക്കുന്നുണ്ട് CPM. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. BLOമാര് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഈ ആത്മഹത്യയുടെ പേരിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ പ്രതിയാക്കി കേസെടുക്കേണ്ടതാണ്. കാരണം അത്ര മാനസിക സമ്മർദ്ദത്തിലാണ് ഈ BLOമാര് നിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞാണ് കേരളത്തിൽ ഇപ്പോൾ SIR മാറ്റിവെക്കണം എന്നുള്ളത്. 2024 ഇവിടെ നമുക്ക് പാർലമെന്റിൽ വോട്ടർ പട്ടിക പുതുക്കിയതാണ്. 2004 ശേഷമുള്ള പാർലമെന്റിലെ വോട്ടർ പട്ടികയിൽ മരിച്ചവരെ ഒഴിവാക്കി 2026 ജാനുവരി 1 പ്രായപൂർത്തിയാവുന്നവരെ കൂട്ടിച്ചേർക്കും മാത്രം നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കിയാൽ മതി. അത്ര ലളിതമായിരുന്നു. അതിനു പകരം 2002 വോട്ടർ പട്ടികയിലുള്ളവർ അവർ വോട്ടർമാരാണെന്ന് വീണ്ടും തെളിയിക്കണം. മാത്രമല്ല 2002 ശേഷം നമ്മുടെ കേരളത്തിൽ 5 അസംബ്ലി ഇലക്ഷൻ നടന്നിട്ടുണ്ട്, 5 പാർലമെന്റ് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഈ 10 അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ വീണ്ടും ഈ 2000 ശേഷമുള്ളവർ അവരും തങ്ങൾ വോട്ടർമാരാണെന്ന് തെളിയിക്കണം. ബേർഡൻ ഓഫ് ദ പ്രൂഫ് അവർക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരെ എന്യൂമറേഷൻ നടത്തി ചേർക്കേണ്ടതിന് പകരം കാലാകാലങ്ങളിൽ ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഇവർക്ക് വോട്ടർമാർക്ക് കൊടുത്തിരിക്കുകയാണ്. BLOമാർക്ക് തന്നെ ശരിയായ കാഴ്ചപ്പാടില്ല, അവർക്കുള്ള ട്രെയിനിങ് ശരിയായില്ല. ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ BLOമാര് വന്നത് അവര് 1 കോപ്പി മാത്രമാണ് തന്നത്. ചില സ്ഥലങ്ങളിൽ 2 കോപ്പി വന്നിരിക്കുന്നു. ഞാൻ പോലും 3 തവണ BLOയെ വിളിച്ച് ഇതിലെ കാര്യങ്ങൾ പൂരിപ്പിക്കുന്ന സംബന്ധിച്ച് ചോദിക്കേണ്ടി വന്നു. എന്താണ് എപ്പിക് നമ്പർ? 2002 രക്തബന്ധമുള്ളവർ മരിച്ചുപോയാൽ അവരുടെ പേര് ചേർക്കാമോ? എന്തെല്ലാം സങ്കീർണതയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ പാവപ്പെട്ടവർ, ആദിവാസികൾ, ദളിതുകള്, മത്സ്യത്തൊഴിലാളി സ്നേഹിതന്മാര്, ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുന്നവര്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവാക്കണം? ആരെ കാണണം? ഹലോ, ഒരു സെക്കൻഡ് കൂടി. ഈ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉള്ളവർ ഉൾപ്പെടെ ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തത് ബീഹാറിലെ CEO ആണ്, ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സെപ്റ്റംബർ 10 പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു. ബീഹാറിലെ CEO ആണ് അതിന് ട്രെയിനിങ് കൊടുത്തത്. ഇതെങ്ങനെ നടത്താം എന്ന് അദ്ദേഹമാണ് അവരെ പഠിപ്പിച്ചത്. ഇതല്ലേ കേരളത്തിൽ ആവർത്തിക്കാൻ പോകുന്നത്? 6.15 മില്യനെ ഒഴിവാക്കിയ ബീഹാറിന്റെ പാഠം. അതുകൊണ്ട് BLOമാര് ഉൾപ്പെടെയുള്ളവര് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിലെ SIR അപ്പാടെ റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി. ശ്രീ വർഗീസ് ജോർജ്, RJD നേതാവാണ് പ്രതികരിച്ചത്. ഇപ്പോൾ മാർട്ടിൻ ജോർജ്, കണ്ണൂർ DCC അധ്യക്ഷൻ, അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇത് ഒരു അസ്വാഭാവിക മരണമാണ്. ജോലി സമ്മർദ്ദം തന്നെയാണോ ഈ മരണകാരണമായി താങ്കൾ കരുതുന്നത്? ഒപ്പം കോൺഗ്രസ് പാർട്ടിയും ഇതിനകത്ത് BLOമാരെ സംബന്ധിച്ചിടത്തോളം ജോലി സമ്മർദ്ദമുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങള് ഇതിനകത്ത് കൃത്യമായി ആദ്യം തന്നെ പറഞ്ഞത്, ഈ സമയത്ത് ഇത് ചെയ്യരുത്, ഇലക്ഷന്റെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് ഇത് ചെയ്യരുത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇതിനകത്ത് ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ശക്തമായ ഒരു നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതല്ല ഇവിടെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞ മാനസിക സമ്മർദ്ദത്തിനുപരിയായി ഇവിടെ CPMകാർ ഈ മാനസിക സമ്മർദ്ദം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പാവപ്പെട്ട BLOമാരെ പേടിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തില് ഏറ്റുകുടിക്കൽ നടന്നിരിക്കുന്ന സംഭവത്തിൽ അവിടുത്തെ BLO ആയിരുന്ന അനീഷിനെ CPMകാർ ഭീഷണിപ്പെടുത്തിയതായി വ്യക്തമായി നമുക്ക് തെളിവുണ്ട്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ മണ്ഡലം യൂത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള വൈശാഖ് ഉൾപ്പെടെയുള്ള ഈ BLAമാരാണ്. അവരെ എന്തിനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത്. BLAമാര് കൂടെ ഈ SIRന്റെ
കടലാസുമായി അപേക്ഷവുമായി പോകുമ്പോൾ BLA-മാരും കൂടെ പോകണമെന്നുള്ളതാണ്. അതിനാണ് സംസ്ഥാനത്ത് BLA-മാരെ നിയമിച്ചിരിക്കുന്നത്. ആ BLA-മാർക്ക് അതിനായിട്ടുള്ള അധികാരമുണ്ട്. BLO-മാരുമായി നിരന്തരമായി സമ്പർക്കം പുലർത്താനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും BLA-മാരെ വെച്ചിട്ടുണ്ട്. ആ BLA-മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് എന്തിനാണ് CPM-കാര് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഈ സമ്മർദ്ദങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ സമ്മർദ്ദത്തിന്റെ ഒപ്പരം CPM-ന്റെ ഭീഷണി കൂടി ആകുമ്പോൾ BLO-മാരെ എവിടെ എത്തും? ശ്രീ മാർട്ടിൻ ജോർജ്, ഈ ഭീഷണി അത് മറ്റൊരു BLO-യെ കൂടെ കൂട്ടിയതിനാണ്. ആ BLO-യ്ക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും? BLA ഉണ്ട്, BLA കോൺഗ്രസിന്റെ BLA ഉണ്ട്, CPM-ന്റെ BLA ഉണ്ട്. അപ്പൊ CPM-ന്റെയും കോൺഗ്രസിന്റെയും BLA-മാരുണ്ട് കൂടെ. അതിൽ കോൺഗ്രസിന്റെ BLA കൂട്ടണ്ടെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാങ്കോൽ ആലപ്പടമ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും UDF-നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത സ്ഥലമാണത്. ഭീഷണിപ്പെടുത്തി നോമിനേഷൻ കൊടുക്കാൻ വിടാത്ത സ്ഥലമാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ BLA ഇപ്പോൾ തന്നെ SAR എടുത്തത് തന്നെ ശരിയായ നിലപാടല്ല. നമുക്കതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെ ഈ സംവിധാനവുമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സഹകരിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമുണ്ട്? നോമിനേഷൻ കൊടുക്കേണ്ട തിരക്ക്, മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തിരക്ക്. ഡിസംബർ 4 ആകുമ്പോഴത്തേക്ക് ഡിസംബർ 13 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.